ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബേസിക് ഇലക്ട്രിക്കലിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. അതായത് കണ്ടക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് തവണ അതായത് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ഏതാണ്, അതുപോലെ കണ്ടക്ടിവിറ്റി ഏതിലാണ് മെഷർ ചെയ്യുന്നത്, പിന്നെ എന്താ ചോദിക്കാറുള്ളത്, അതായത് ഒരു റേഞ്ച് തരും അല്ലേ, കുറേ മെറ്റീരിയൽ തന്നിട്ട് അതിൻ്റെ ഓർഡറിൽ എന്താണ് കണ്ടക്ടിവിറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി. താഴെ തന്നിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ആണ്. നമുക്ക് നോക്കുക ഏതൊക്കെ എലമെന്റ്സ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, സിൽവർ, അലുമിനിയം, കോപ്പർ, ഇത്രയും എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിലെ ഏറ്റവും കൂടുതൽ ഏതാണ്, ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി ഏത് എലമെന്റിനാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയലാണ് ഇലക്ട്രിക്കലിൽ, കോപ്പറും അലുമിനിയം ഒക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ വരും, കോപ്പർ ആണോ അലുമിനിയം ആണോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് വരും. പക്ഷേ ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി താഴെ തന്നിട്ടുള്ളതിൽ ഏത് എലമെന്റിനാണ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ സിൽവറിനാണ് കേട്ടോ. ഏതാണ്, സിൽവറിനാണ്. അപ്പോൾ നമുക്കൊരു റേഞ്ച് നോക്കി വെക്കാം. എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി പഠിക്കേണ്ടത്. ആദ്യത്തെ സിൽവർ ആണ്. രണ്ടാമത്തേത് ആരായിരിക്കും, രണ്ടാമത്തെ ആളാണ് നമ്മളുടെ കോപ്പർ എന്ന് പറയുന്ന ആള്. രണ്ടാമത്തെ ആളാണ് കോപ്പർ. തേർഡ് വൺ ആരായിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഡൗട്ട് വരുന്ന ഒരു കേസാണ് അല്ലേ. ആദ്യം സിൽവർ വരുന്നു, സെക്കൻഡ് എന്താണ് കോപ്പർ വരുന്നു, തേർഡ് വൺ ഗോൾഡ് ആണ്. തേർഡ് വൺ ആരാണ്, ഗോൾഡ് ആണ്. ഫോർത്ത് വൺ ആരാണ്, നമ്മളുടെ അലുമിനിയം ആണ്. അപ്പോൾ അതാണ് ഒരു റേഞ്ച് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രിക്ക് പഠിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു റേഞ്ച് പഠിച്ചു പോയാലോ. നോക്കാം. അതായത് സം കാറ്റ്സ് ഗെറ്റ് ആംഗ്രി, ഇങ്ങനെ ഒരു ട്രിക്ക് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ എന്താണ്, സം കാറ്റ്സ് ഗെറ്റ് ആംഗ്രി, ഇതാണ് ആ ഒരു ട്രിക്ക്. അപ്പോൾ ആദ്യം ആരാണ്, സമ്മിലെ എസ് ആരാണ്, നമ്മളുടെ സിൽവർ ആണ്. ആരാണ്, സിൽവർ ആണ്. അടുത്തത് എന്താ, കാറ്റ്സിന് എന്ത് കൊടുക്കാം, കോപ്പർ. ജി ഗെറ്റ് ആരാണ്, ഗോൾഡ്. പിന്നെ ലാസ്റ്റ് വൺ ആംഗ്രിക്ക് ആര് കൊടുക്കാം നമുക്ക്, അലുമിനിയം. അപ്പോൾ സം കാറ്റ്സ് ഗെറ്റ് ആംഗ്രി എന്നൊരു കോഡ് നമ്മളുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു റേഞ്ച് ഈസി ആയിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ ഏതാണ് ആ ഒരു റേഞ്ച്, നിങ്ങൾ മറക്കോ, എങ്ങനെയാണ് വരുന്നത്. ആദ്യം സിൽവർ, സെക്കൻഡ് വൺ ആരാണ്, കോപ്പർ, തേർഡ് വൺ ഗോൾഡ്, ഫോർത്ത് വൺ ആരാ വരുന്നത്, നമ്മളുടെ അലുമിനിയം ആണ്. ഇതാണ് ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റേഞ്ച്, അതായത് ഒരു കണ്ടക്ടിവിറ്റി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിലൊക്കെ ഏത് വാല്യൂ ആണെന്ന് കൂടി ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസിൽ വന്ന് കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളുടെ സിൽവറിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് എന്താണ്, കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും, അതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടക്ടിവിറ്റി ഏതിലാണ് മെഷർ ചെയ്യുന്നത്, കണ്ടക്ടിവിറ്റി ഈസ് മെഷർ ഇൻ എങ്ങനെയാണ്, സീമെൻസ് പെർ മീറ്ററിലാണ്. എന്താണ്, സീമെൻസ് പെർ മീറ്റർ ആണ്, മറക്കരുത്. കണ്ടക്ടിവിറ്റി ഈസ് മെഷേർഡ് ഇൻ ഏതിലാ മെഷർ ചെയ്യുന്നത്, സീമെൻസ് പെർ മീറ്ററിലാണ്. അപ്പോൾ നിങ്ങൾ ഇതുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതിൻ്റെ ഒരു റേഞ്ച്, അതായത് സിൽവറിൻ്റെ കണ്ടക്ടിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് 6.30 ഇൻറ്റു 10 എത്രയാണ് വരുന്നത്, 10⁻7 സീമെൻസ് പെർ മീറ്റർ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്യുക കേട്ടോ. സിൽവറിൻ്റെ കണ്ടക്ടിവിറ്റി. അടുത്തത് ആരാണ് നോക്കിയേ. അടുത്തത് നമുക്ക് ഇവിടെ ഗോൾഡ് ഉണ്ടോ, ഇല്ല, ഗോൾഡ് അല്ലേ. പിന്നെ ആരാ വരുന്നത്, കോപ്പർ ആണ് അല്ലേ വരുന്നത്. കോപ്പറിന്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് എന്തായിരിക്കും വരിക, കോപ്പറിന്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് എന്തായാലും 6.30 ബിലോ ആയിരിക്കും. ആദ്യം സിൽവർ, സെക്കൻഡ് വൺ എന്താണ്, കോപ്പർ ആണ് അല്ലേ. സം കാറ്റ്സ് ഓർമ്മയുണ്ടല്ലോ, സം കാറ്റ്സ് ഗെറ്റ് ആംഗ്രി. അപ്പോൾ അടുത്തത് ആരാ, നമ്മളുടെ കോപ്പർ ആണ്. കോപ്പറിന്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് എന്തായിരിക്കും, കോപ്പറിന്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് നിയർലി 5.96 ഇൻറ്റു 10⁻7 സീമെൻസ് പെർ മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഓരോ ബുക്കുകളിലും നമുക്ക് മാറാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്താണ്, നമ്മൾ റെഫർ ചെയ്യുന്ന ബുക്ക്, ഞാൻ റെഫർ ചെയ്ത ബുക്കിൽ ഈ ഒരു വാല്യൂസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ റെഫർ ചെയ്തതിൽ ഇവിടെ ഇപ്പോൾ 63 പോയിന്റ് സംതിങ് വാല്യൂസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ എന്താണ്, ഒരു റേഞ്ച്, ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വാല്യൂ വരുന്ന കണ്ടക്ടിവിറ്റി റേഞ്ച് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് ആരാണ് വരുന്നത്, നമ്മളുടെ അലുമിനിയം അല്ലേ. അലുമിനിയത്തിൻ്റെ കേസിൽ എങ്ങനെയാ, അലുമിനിയത്തിന്റെ കണ്ടക്ടിവിറ്റി എത്രയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. അലുമിനിയത്തിന്റെ കണ്ടക്ടിവിറ്റി 3
50 into 10⁻⁷ സീമെൻസ് പെർ മീറ്റർ ആണ്. അപ്പോൾ കുറച്ച് വാല്യൂസ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഇത് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിൽവറിൻ്റെയും കോപ്പറിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഒക്കെ വാല്യൂസ് നമ്മളിവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഏതാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള എലമെന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മറന്നു പോകരുത്, കോഡ് എന്താണ്? സം കാറ്റ്സ് ഗെറ്റ് ആംഗ്രി. മറക്കരുത്, എന്താണ് കോഡ്? സം കാറ്റ്സ് ഗെറ്റ് ആംഗ്രി. S4 സിൽവർ, C4 കാറ്റ്സിലെ C4 എന്താണ്? കോപ്പർ. ഗെറ്റ് G4 എന്താണ്? ഗോൾഡ്. ആംഗ്രിയിലെ A4 എന്താണ്? അലുമിനിയം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്